ഹലോ, വെൽക്കം ടു സുമി മുവാസ് ടേസ്റ്റി കിച്ചൻ. അതെ, നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ആയിട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. 1/2 കിലോ ചെമ്മീനെ വാങ്ങിയിട്ടുള്ളൂ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത് ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം. ആവശ്യത്തിനുള്ള 1/2 കിലോയ്ക്ക് കണക്കാക്കിയുള്ള സവാള ഞാൻ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല കുനുകുനൂന്നരിഞ്ഞ സവാളയൊന്നുമല്ല കേട്ടോ, ഇച്ചിരി വലിപ്പം കൂടിയൊക്കെ പോയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സവാള എന്നിട്ട് നല്ല ചിക്കൻ ഇങ്ങനെ ചിക്കിക്കൊണ്ടേയിരിക്കുക. ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി വരും. കുറച്ച് ഉപ്പും കൂടി ഇടാൻ മറന്നുകൊണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള കൂട്ടനൊക്കെ റെഡിയായി വാടി വന്നോളൂ. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് അടിപൊളിയായിട്ട് ചിക്കനെ വയറ്റിയെടുക്കാവേ. അപ്പോൾ അത് നന്നായിട്ട് വാടി വരണം. അതിൻ്റെ കൂടെ നമുക്ക് വറുത്ത മസാല വേറൊന്നുമില്ല. മുളക് പൊടി കുറച്ച്, മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല, ഇത്ര മാത്രമേ ഉള്ളൂ. ഈ സവാളയിലോട്ടിട്ട് ഒന്ന് ഇളക്കി നല്ല ചിക്കനെ ഇളക്കുക കേട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ എന്താണ് നമ്മുടെ തക്കാളി, പഴുത്ത തക്കാളിയല്ല, ഒരുവിധം പഴുത്തതേ ഇതുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല പഴുത്ത തക്കാളി എനിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നില്ല. അപ്പോൾ അതേ ഇത് എല്ലാം കൂടെ ചിക്കനായിട്ട് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേറൊന്നും ചേർക്കാനില്ല. നമ്മുടെ ചെമ്മീനും കൂടെ അങ്ങ് തട്ടിക്കൊടുത്ത് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരിച്ചിരി വെള്ളവും കൂടെ അങ്ങോട്ട് ആക്കി കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇനി റെഡി ആയിക്കോളൂ. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു കുറവ് വരാനേ പാടില്ല. അതും കൂടെ ഇട്ട് കുറച്ച് നമ്മുടെ നാടൻ മല്ലിയിലയും കൂടെ ഇട്ട് ഒരു മണം ഒരു വഴിക്ക് പോകുന്നില്ല, നല്ല മണമൊക്കെ അങ്ങ് ഇരുന്നോട്ടെ. എന്താ മണം, എന്താ ടേസ്റ്റ് എന്നറിയാം, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാനിതെല്ലാം റെഡിയാക്കി. ഇനി ഉപ്പും എരിവൊക്കെ എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് കുറവ് തോന്നിയതുകൊണ്ട് ലേശം ഉപ്പും ലേശം നമ്മുടെ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നാലേ റോസ്റ്റിനൊക്കെ ഒരു നല്ല അടിപൊളി സെറ്റപ്പ് അങ്ങോട്ട് വരുള്ളൂ. എന്നിട്ട് ഞാൻ നേരെ അപ്പുറത്തെ അടുപ്പത്തോട്ട് വെച്ച് അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് വറ്റി വന്നാൽ മതി. ആ സമയം നമുക്ക് ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ നോക്കാം കേട്ടോ. ഞാൻ ജീരകശാല അരിയാനെടുത്തത് 1/2 കിലോ. അപ്പോൾ ഇത് ആദ്യം എല്ലാ ഐറ്റവും വറുക്കണമെന്നും മറ്റും കാണിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ വീഡിയോ അങ്ങ് ഒത്തിരി ലെങ്തായി പോകും. അപ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അതിൻ്റെ ഒപ്പം സവാളയും കൂടെ വറുത്ത് മാറ്റി അതേ നെയ്യിൽ തന്നെ നമുക്കിനി നമ്മൾ കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ജീരകശാല അരിയും കൂടെ ഇട്ട് ഒന്ന് ചിക്കനെ ഇളക്കാം. എന്തിനാണെന്നറിയാവോ ഈ ഇളക്കുന്നതൊക്കെ? അരി ഒട്ടി പിടിക്കില്ല. ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അറിയാം. എന്നാലും അരി എപ്പോൾ ബിരിയാണിക്കാണെങ്കിലും നെയ്ച്ചോറിനാണെങ്കിലും ഒന്ന് ചിക്കനെ ഇളക്കി കൊടുത്താണ്ടല്ലോ അരികൾ തമ്മിൽ വെന്ത് കഴിഞ്ഞാൽ ചോറ് ഒട്ടിപ്പിടിക്കത്തേയില്ല. 2-3 മിനിറ്റ് മതി. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. പക്ഷേ ഞാൻ 1.5 എന്നുള്ളത് കുറച്ചായിട്ടോ എടുത്തത്. എൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 നാരങ്ങയുടെ 2 മുറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ എസൻസ്, നല്ല മണമൊക്കെ വേണ്ടേ. 2-3 വീട്ടിലൊക്കെ ആ മണമൊക്കെ ഒന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ അറിയോ ആൾക്കാർ നമ്മളിവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഇരുന്നോട്ട് തന്നെ, എല്ലാം ഒന്നിനൊരു കുറവ് വേണ്ട. പിന്നെയോ പട്ട, ഗ്രാമ്പു, 2 ഏലക്ക, പെരിഞ്ചീരകം, പിന്നെ മറ്റേ ആ ഒരു കുഞ്ഞു പൂ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരറിയില്ല കേട്ടോ. പിന്നെ ഗ്രാമ്പു, ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പൊക്കെ പാകണമെന്ന് നോക്കിയിട്ട് ഒന്ന് തിള വരുമ്പോൾ ഒന്ന് അങ്ങോട്ട് അടച്ചു വയ്ക്കും. പക്ഷേ ഒരു സാധനം പറയാൻ മറന്നു പോയി കേട്ടോ, നമ്മുടെ ക്യാരറ്റ്, നല്ല കുനുകുനൂന്ന് കൊത്തിയരിഞ്ഞ ക്യാരറ്റ് കേട്ടോ, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തത് ഒരു 10-15-20 മിനിറ്റ് കൊണ്ട് ചോറ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡെക്കറേഷനാണ് കേട്ടോ. നമ്മുടെ സവാള, നമ്മുടെ മല്ലിയില, നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് ഒരു പിടുത്തം പിടിച്ചത് നന്നായിട്ട് അടച്ചങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ ഇവിടെ കഴിഞ്ഞു. എന്ത് ഈസിയാണെന്നറിയാവോ? ഒരു കച്ചമ്പർ, നാരങ്ങ, നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്, റൈസ്. ഞാൻ ദം ചെയ്തെടുത്തിട്ടില്ല, കാരണം അത് മോന് വെക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു. ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.